നമസ്കാരം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വീണ്ടും ഒരു നിർണായക വഴിത്തിരിവിലേക്ക് നീങ്ങുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നയതന്ത്ര സൂചനകൾ പുറത്തുവരുന്നത്. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ യുദ്ധാവസ്ഥയും ആണവ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ദീർഘകാല സംഘർഷങ്ങളും നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും നേരിട്ടോ പരോക്ഷമായോ ചർച്ചകൾക്ക് തയ്യാറാകുന്നുവെന്ന വാർത്തകൾ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നയിക്കുന്ന ഭരണകൂടം വീണ്ടും ഡിപ്ലോമാറ്റിക് വഴികൾ പരിശോധിക്കുമ്പോൾ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകളും അത്രമേൽ പ്രാധാന്യമാർന്നതാണ്. ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ ഉപരാഷ്ട്രപതി JD വാൻസിനെ നേരിട്ടുള്ള ചർച്ചകൾക്ക് ഇറാൻ മുൻഗണന നൽകുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മുൻപ് ചർച്ചകളിൽ പങ്കെടുത്തിരുന്ന ജാരഡ് കുഷ്നർ, സ്റ്റീവ് വിറ്റ്കോഫ് തുടങ്ങിയ നേതാക്കളോട് വിശ്വാസമില്ല എന്ന വിലയിരുത്തലാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്രപരമായ നീക്കങ്ങൾ ശക്തമാകുന്നതിനിടെ ഡൊണാൾഡ് ട്രംപിനെയോ ഭരണകൂടത്തിലെ മറ്റ് അംഗങ്ങളെക്കാൾ US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി ചർച്ചകൾ നടത്താനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ഇറാൻ US-നെ അറിയിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. തികച്ചും അനൌദ്യോഗികമായാണ് ഈ സന്ദേശം എത്തിയതെന്നും US സ്പെഷ്യൽ എൻവോയ് സ്റ്റീവ് വിറ്റ്കോഫോ ജാരഡ് കുഷ്നറോ നയിക്കുന്ന ചർച്ചകൾ വിജയിക്കാൻ സാധ്യതയില്ല എന്ന് ഇറാനിയൻ പ്രതിനിധികൾ സൂചിപ്പിച്ചതായും CNN റിപ്പോർട്ട് ചെയ്തു.